അവ ഇവിടെ ഓരോ മാസം ഓരോരുത്തരെ കൊണ്ടുവരും. എത്ര എണ്ണത്തിനെ കൊണ്ടുപോകും ഇങ്ങനെ? എത്ര എണ്ണത്തിനെ കൊണ്ടുപോകും? എന്നിട്ടുണ്ടല്ലോ ഡാൻസ് കളിച്ചിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ആ കാണുന്ന റൂം ഉണ്ടാ അവിടെ കൊണ്ടുപോകും. ഇതാണ് വേണ്ട സ്ഥിരം പരിപാടി. ഞാൻ പറയുവാടാ അതൊന്നും തീരുമാനിക്കണല്ലോ. നിന്റെ ഭാര്യയാണ് ഞാൻ, മനസ്സിലായോ? നിനക്ക് ഇപ്പൊ പിടിക്കൂല. നിനക്ക് ഇനിയിപ്പോ എവളെ വേണോ? കൊച്ചുണ്ട് ചേച്ചി ഞാൻ നോക്കിയപ്പോ ഈ കൊച്ചി ഇങ്ങനെ കിടക്കുന്നു. മറ്റവൻ മുഖത്ത് നോക്കി ഇങ്ങനെ എത്ര നോക്കിട്ട് നിനക്ക് തീർന്നില്ല. പൂവിന്റെ ഇടയിൽ കിടക്കണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എനിക്ക് മരുന്നടിക്കറിയാം. എന്റെ തലയിലെ മരുന്നടിക്കണ്ട കേട്ടാ. ഇങ്ങോട്ട് മരുന്നടിക്കേണ്ട കാര്യമില്ല. എനിക്ക് മരുന്നടിക്കാൻ അറിയാം. പാവപ്പെട്ട കുടുംബങ്ങളെ തകർക്കാനായിട്ട് ഇങ്ങനെയുള്ള അനാവശ്യം. അപ്പൊ നീ അറിഞ്ഞോണ്ട് തന്നെയല്ലേ നീ ഇരിക്കുന്ന ഇരിപ്പണ്ട ഇതും കൂടെ അങ്ങ് മാറ്റിക്കോട്ടെ. അപ്പൊ ചേർന്ന് നിൽക്കാല്ല. എന്താണ് അവിടെ കിടന്ന പോലെയല്ലേ? ഇപ്പൊ ചേർന്നല്ലേ ഇരിക്കുന്നുള്ളൂ. ഞാൻ വന്നപ്പോ കിടക്കില്ല. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താന്ന് പറഞ്ഞു? ഞാൻ റൂമിൽ വരാം. അല്ല അവിടെ ഫാൻ ഇട്ട് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞല്ലേ? ഫാനോട്ട് ഇരിക്കാന്നല്ല പറഞ്ഞ ഇയാള്. നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. തനി ഗുണം മനസ്സിലായല്ലേ? ഇതാണ് സ്വഭാവം. സ്വഭാവം ഒന്ന് മനസ്സിലായില്ല. നിന്റെ സ്വഭാവമാണ് പന്നക്കളി. നിന്റെ സ്വഭാവം കഴിവില്ലാത്തവനാണ് നിങ്ങൾ കെട്ടി നടക്കുന്നത്. അത് കറക്റ്റ്